തിരുവചന ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 22, 23, 24, 25 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 22, 23, 24, 25 വാക്യങ്ങൾ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോട് ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ പകൽ സമയം അടുത്തു വരികയാണ്. 122ാമത് മാരാമൺ കൺവെൻഷന്റെ പകൽ യോഗത്തിലെ ആദ്യ സന്ദേശം. ദൈവമേ, നിന്റെ സാന്നിധ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. തിരുവചനം അത് ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നുവല്ലോ. ഈ തിരുവചനം അത് എഴുതപ്പെട്ട അതിൻ്റെ അതേ ആത്മാവിൽ ഞങ്ങൾക്ക് ഇന്ന് തിരിച്ചറിയുവാൻ നിന്റെ വാക്കുകൾ എൻ്റെ നാവിൽ നൽകി നിന്റെ മക്കൾക്ക് കൊടുപ്പാൻ നീ സഹായിക്കണമേ. നിന്റെ സാന്നിധ്യം ആദ്യവസാനം ഈ പന്തലിൻ കീഴെ നിന്റെ മക്കളോടും എന്നോടും കൂടെയിരിക്കണമേ. നിന്റെ കൃപയിൽ ഞങ്ങളെ കാക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ മിഷനറി യാത്രയുടെ അവസാന അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്ന രംഗമാണ് ഈ 27-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തടവുകാരനെ പോലെ റോമയിൽ കൈസരുടെ മുൻപിൽ നിർത്തുവാനും അവിടെ വിസ്തരിക്കപ്പെടുവാനുമായി കൈസരിയിലേക്കുള്ള, റോമയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ 27-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഏറ്റവും ജീവൽ സ്പർശിയായ ഒരു ഭാഗമാണിത്. മനുഷ്യ ജീവിതത്തിൻ്റെ യാത്ര
ആ യാത്രയുടെ അനുഭവങ്ങൾ ഇവിടെ വളരെ വ്യക്തമായി ഓരോന്നോരോന്നായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ദൈവാത്മാവിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ഈ യാത്ര ആരംഭിക്കരുത്. ഈ യാത്ര ആരംഭിച്ചാൽ കപ്പലിനും നമ്മുടെ പ്രാണങ്ങൾക്ക് പോലും ഏറിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ യാത്ര ആരംഭിക്കരുതെന്ന് പൗലോസ് വളരെ വ്യക്തമായി ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശതാധിപനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ശതാധിപൻ കപ്പലുടമയുടെയും കപ്പിത്താന്റെയും വാക്ക് കേട്ടുകൊണ്ട് ഈ യാത്ര ആരംഭിക്കുകയാണ്. ഇത് ഇന്നിന്റെ പ്രത്യേകതയാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവാത്മ പ്രേരിതമായി എന്തെങ്കിലും പറഞ്ഞാൽ എന്തിന് ഞാനിത് കേൾക്കണം എന്ന് ചോദിക്കുന്ന ചോദ്യം പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. Why should I hear? ഞാൻ ഇതെന്തിന് കേൾക്കണം? Why should I go to this church? ഞാൻ എന്തിന് ദേവാലയത്തിലേക്ക് പോകണം? Why should I read the sacred scriptures, the Holy Bible? എന്തിന് ഞാൻ ഈ വേദപുസ്തകം വായിക്കണം? I have everything in my life. എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് എന്ന് പറയുന്ന ആധുനിക അത്യന്താധുനിക സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി ഈ ക്യാപ്റ്റനും കപ്പലുടമയും ഒക്കെ ആയിത്തീരുകയാണ്. Why should I pray? ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുന്നവർ വളർന്നു വരുന്ന ഒരു സമൂഹം. ഞാൻ എന്തിന് പള്ളിയിൽ പോകണം? ഞാൻ എന്തിന് വേദപുസ്തകം വായിക്കണം? I have everything in my life. My intellect, my physical well-being, my status in the society, my job, everything counts for my life. ഇങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതേ ചോദ്യം തന്നെയാണ് ഇവിടെയും. ഞങ്ങൾ എന്തിന് പൗലോസിന്റെ വാക്കുകൾ കേൾക്കണം? ഈ കപ്പലിനെ ഈ വെള്ളത്തിന്റെ വിരിമാറിൽ കൂടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നയിച്ച ഈ കപ്പിത്താന്റെ വാക്കല്ലേ മെച്ചം? ഈ സുവിശേഷകന്റെ വാക്ക് എന്തിന് കേൾക്കണം? ഈ അച്ഛന്റെ വാക്ക് എന്തിന് കേൾക്കണം? തിരുമേനിയുടെ വാക്ക് എന്തിന് കേൾക്കണം? ഇതാ ഈ യാത്ര ആരംഭിച്ചു. യാത്ര ആരംഭിച്ചപ്പോൾ ആ യാത്രയുടെ ആദ്യ ഭാഗം വളരെ വളരെ സുന്ദരമാണ്. Everything seems to be so comfortable. Everything seems to be so secure. And they thought that they will be reaching the destination without any disturbance. ഇതാണ് അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ച ഘടകങ്ങൾ.
അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 27-ാം അധ്യായം 12-ാമത്തെ വാക്യം അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു പോയി എന്ന് തോന്നി. So everything seems to be so comfortable, so secure, and we will be reaching our destination. അതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു പോയി എന്ന് തോന്നുന്ന മനസ്സ്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ വീഴാതിരിപ്പാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിച്ചു. ആ യാത്ര വളരെ സുന്ദരമാണ്. എല്ലാം അനുകൂലമാണ്. എല്ലാം സുരക്ഷിതമാണ്. ഞങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് സുരക്ഷിതമായി എത്തിച്ചേരും. എന്നാൽ ആ യാത്രയുടെ അടുത്ത ഭാഗം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14-ാമത്തെ വാക്യം, കുറെ കഴിഞ്ഞിട്ട് അതിനു വിരോധമായി ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടു, അങ്ങനെ പാറിപ്പോയി. We have been shattered. അതാ ഇവിടെ പറയുന്നത്. The problem seems to be uncontrollable. നിയന്ത്രണ അതീതമായിരിക്കുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. ജീവിതയാത്രയല്ലേ? അനുകൂലമായ ജീവിത അനുഭവങ്ങളും ഉണ്ടാകാം, പ്രതികൂലമായ ജീവിത അനുഭവങ്ങളും ഉണ്ടാകാം. ഇതാ ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് പാറിപ്പോയി. പാറിപ്പോകുന്ന ജീവിത അനുഭവങ്ങൾ. The problem seems to be uncontrollable. നിയന്ത്രണ വിധേയമല്ലാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ. 2 മാസങ്ങൾക്ക് മുൻപ് മെഡിക്കൽ രംഗത്ത് അതിപ്രഗത്ഭമായി ശുശ്രൂഷ ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഭർത്താവ് ന്യൂറോ സർജൻ, ഭാര്യ ഗൈനക്കോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ്, രണ്ടുപേരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഔദ്യോഗിക രംഗത്തെ ശുശ്രൂഷകൾ ഏറ്റവും മെച്ചമായി, ഏറ്റവും സമർപ്പണത്തോടുകൂടെ, ഏറ്റവും പ്രാഗൽഭ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നവർ. ഭർത്താവിന് ഒരാഴ്ച നീണ്ടു നിന്ന ചുമ ആരംഭിച്ചു. ഭാര്യ പറഞ്ഞു, ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്താം. ഏതായാലും നമ്മളും ഈ പ്രൊഫഷണൽ രംഗത്ത് തന്നെയല്ലേ, എന്താണ് ഇതിന് കാരണമെന്ന് അറിയണമല്ലോ. ഈ ചുമ നിൽക്കുന്നുമില്ലല്ലോ. അവർ പരിശോധിച്ചു. ആ പരിശോധനയുടെ അനന്തരഫലമായി അവർക്ക് കിട്ടിയ റിസൾട്ട് ഇതായിരുന്നു: ശ്വാസകോശത്തിൽ ക്യാൻസർ. പ്രഗത്ഭനായ ന്യൂറോ സർജൻ
അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് തൻ്റെ ശ്വാസകോശത്തിന് ക്യാൻസറാണ്. അത് കേട്ട് അവർ ഞെട്ടിപ്പോയി. അവരുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആകുലതകളും ആകാംക്ഷകളും. ഇനിയും എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ പാറിപ്പോകുന്ന നിമിഷങ്ങളാണതൊക്കെ. ഇതുപോലെ എത്രയെത്രയോ സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈശാനോ മൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അതിന് നേരെ നിൽക്കുവാൻ തക്കവണ്ണം കഴിയാതെ കൈവിട്ട് പാറിപ്പോകുന്ന ജീവിത അനുഭവങ്ങൾ. The problem seems to be uncontrollable. മൂന്നാമതായി ഈ യാത്രയിൽ സംഭവിക്കുന്നത്, അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണാൻ കഴിയുന്നു: ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. ഈ കപ്പലിൽ, ഈ ദീർഘദൂര യാത്രയിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഏറ്റവും വിലയുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്ന ഈ കപ്പൽ ഇതെത്തേണ്ട സ്ഥാനത്ത് എത്തിച്ച് അത് സുരക്ഷിതമാക്കപ്പെടേണ്ട ചുമതല ഈ കപ്പലുടമയ്ക്കുണ്ട്, കപ്പിത്താനുണ്ട്. അതുമാത്രമല്ല, ഇതാരാണോ ഈ ചരക്കുകളൊക്കെ കപ്പലിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഉടമസ്ഥർ, അവരും ആഗ്രഹിക്കുന്നത് ഇതെത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തണമെന്നാണ്. ഒരു നഷ്ടവും അതിലുണ്ടാകരുത്. എന്നാൽ ഇവിടെ ഇതാ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഈ പ്രശ്നം വളർന്നു കഴിഞ്ഞപ്പോൾ അവർ ആ പ്രശ്നങ്ങളെ സ്വന്തം ബുദ്ധി കൊണ്ടും സ്വന്തം കരങ്ങൾ കൊണ്ടും അതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. They are trying to solve the problems in their own ways. ഈ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുമ്പോൾ ആദ്യമേ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളെ എങ്ങനെ എനിക്ക് പരിഹരിക്കാം, എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട്, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട്, എൻ്റെ സ്വന്തം മിടുക്കുകൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ കരുതുന്ന നിമിഷങ്ങളുണ്ട്. ഇതാ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. They were trying to solve the problems in their own ways. ഈ കപ്പലിലേക്ക് ഈ സാധനങ്ങളൊക്കെ കയറ്റിയപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ തന്നെയാണ്. ഒരിക്കലും ഇത് നഷ്ടപ്പെടരുതെന്ന് കരുതിയാണ് ഇതിൻ്റെ ഉടമസ്ഥർ ഈ കപ്പലിൽ കയറ്റിയതും. പക്ഷേ ഇപ്പോൾ കപ്പലുടമസ്ഥനും കപ്പിത്താനും അതിലെ ജോലിക്കാരുമൊക്കെ ചെയ്യുന്നത് ആ ചരക്കുകളൊക്കെ എടുത്ത് പുറത്തു കളയുക, കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ തക്കവണ്ണം സ്വന്തം പരിശ്രമങ്ങളിലൂടെ അതിനെ നേരിടുവാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. They were trying to solve the problems in their own way. യഹോവയിങ്കലേക്ക് നോക്കി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്നതിനു പകരമായി സ്വന്തം ബുദ്ധിയിലും സ്വന്തം ജ്ഞാനത്തിലും അറിവിലും കഴിവിലുമൊക്കെ ആശ്രയിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പരിശ്രമിക്കുന്ന
ആളുകളുടെ കൂട്ടത്തിലാണിവർ. അടുത്ത ഭാഗം ഒന്നുകൂടി വായിക്കണം. 3-ാം നാൾ 19-ാമത്തെ വാക്യം. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ടുകളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. They lost hope for the future. ഭാവി പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. ഭാവി പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച നിമിഷങ്ങളാണിത്. വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാഞ്ഞിട്ട് ഇനിയും ഞങ്ങൾ രക്ഷപ്പെടും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ആശയറ്റ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. They lost hope for the future. ഭാവിയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുവാൻ കഴിയാത്ത മനസ്സുമായി അവർ ആയിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾ രക്ഷപ്പെടും എന്ന് അവർക്ക് പറയുവാൻ കഴിയുന്നില്ല. ആശയൊക്കെ അറ്റുപോയി. വേദപുസ്തകത്തിൽ ഇതുപോലെ എത്രയെത്ര വ്യക്തിത്വങ്ങളുണ്ട്. ദൈവം വിളിച്ചിറക്കിയ വ്യക്തികൾ ആശയറ്റുപോയ നിമിഷങ്ങൾ നോക്ക്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പഴയ നിയമ പ്രവാചക ഗണത്തിൽ ഏറ്റവും ശക്തനായ ഏലിയാവിന്റെ അനുഭവത്തെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുകയാണ്. എത്ര ശക്തമായ രീതിയിലാണ് ഏലിയാവിന്റെ ജീവിതം മുൻപോട്ട് പോയത്. രാജ്യം മുഴുവൻ വരൾച്ചയിലായിരിക്കുമ്പോൾ കേരി തോട്ടിനരികിലേക്ക് അവനെ നടത്തിയ ദൈവം, കാക്കയിൽ നിന്ന് അപ്പവും ഇറച്ചിയും നൽകിയ ദൈവം, ആ കേരി തോട്ടും വരണ്ടുപോയപ്പോൾ സേരെഫോത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് നയിച്ച ദൈവം, ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ ആ സേരെഫോത്തിലെ ആ പട്ടണത്തിന്റെ പടിവാതിലിൽ എത്തുമ്പോൾ ഏലിയാവ് കാണുന്ന കാഴ്ച, ഒരു സ്ത്രീ ചുള്ളിക്കമ്പുകൾ പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കൊണ്ടു ചെന്നിട്ട് വേണം തീ കത്തിച്ച് അപ്പമുണ്ടാക്കി ഞാനും മകനും കൂടി തിന്ന് മരിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഭവനമാണ്. അവിടേക്കാണ് ഏലിയാവിനെ ദൈവം വഴി നടത്തിയത്. പക്ഷേ ആ സേരെഫോത്തിലെ വിധവയുടെ ഭവനത്തിലും സമൃദ്ധിയുടെ അനുഭവങ്ങളെ നൽകി ദൈവം അവനെ കരുതി. അത് കഴിഞ്ഞ് കർമ്മേൽ പർവ്വതത്തിലേക്കാണ് അശോര പ്രവാചകന്മാരുടെ വലിയ ഗണവും ബാൽ പ്രവാചകന്മാരുടെ വലിയ ഗണവും നിൽക്കുമ്പോൾ അവരുടെ മുൻപിൽ യഹോവയായ ദൈവത്തിനു വേണ്ടി ഏകനായി നിന്നുകൊണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ഏലിയാവ് ആഹാബ് രാജാവിന്റെ പത്നി ഇസബെല്ല രാജ്ഞി ഒരു ദൂതനെ വിട്ട് ഏലിയാവിനോട് പറയിച്ചു, നാളെ ഈ നേരമാകുമ്പോൾ പട്ടുപോയ ബാൽ പ്രവാചകന്മാരിൽ അശോര പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ നിന്റെ ജീവിതത്തെ ഞാൻ ആക്കിയില്ലെങ്കിൽ ഈ ദൂത് ഏലിയാവിന് ലഭിക്കുമ്പോൾ കർമ്മേൽ പർവ്വതത്തിൽ ഏറ്റവും വിജയശ്രാന്തനായി നിൽക്കേണ്ട
ആ ഏലിയ പ്രവാചകൻ കർമ്മേൽ പർവ്വതത്തിൽ നിന്നും ഭയപ്പെട്ട ഒരു ഭീരുവായി ഓടുകയാണ്. ബാല്യക്കാരനോടൊപ്പം അവൻ ഓടി. ബേർശേബ മരുഭൂമിയിലെത്തിയപ്പോൾ അവിടെ ബാല്യക്കാരനെ നിർത്തി. വീണ്ടും ഒരു ദിവസത്തെ വഴി നടന്നു. ഒരു ചൂരച്ചെടിയുടെ തണലിൽ അവൻ കിടന്നു. അവൻ അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഓ ലോർഡ്, യു ടേക്ക് അവേ മൈ ലൈഫ്. ഐ ആം നോട്ട് ബെറ്റർ ദാൻ മൈ ആൻസിസ്റ്റേഴ്സ്. നീ എൻ്റെ ജീവനെ എടുത്തുകൊള്ളണം. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. ഭയം, ഭീരുത്വം, ഓടി ഒളിക്കുന്ന അനുഭവം, മരിക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഭവം. Oh Lord, you take away my life. I am not better than my ancestors. എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിപ്പാൻ ആഗ്രഹിക്കുന്ന ആ ചൂരച്ചെടിയുടെ തണലിൽ കഴിയുന്ന ഏലിയാവിന്റെ ജീവിതം നോക്ക്, ഒരു പരാജയമല്ലേ? The person who experienced the power of the Almighty become powerless. ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചവൻ ശക്തിഹീനനായി തീരുകയാണ്. The one who experienced the security of the Almighty become insecure. ദൈവത്തിന്റെ സുരക്ഷിതം അനുഭവിച്ചവൻ ഇപ്പോൾ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിന്റെ അനുഭവത്തിലാണ്. The one who experienced the fellowship of the Almighty become lonely. ഈ മരുഭൂമിയിൽ, ബർശേബ മരുഭൂമിയിൽ ഏകനായി തീരുകയാണ്. ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ച മനുഷ്യൻ ഭീരുവായി ഭയത്തോടെ ഓടി ഒളിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണിതൊക്കെ. The one who experienced the life fulfillment become frustrated. ദൈവം തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം അത് തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും അവൻ നിരാശനായി തീരുകയാണ്. Because he lost hope for the future. ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ അവിടെ അവസാനിച്ചു. അതാ സംഭവിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ യാത്രയാണിത്. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, everything seems to be comfortable, secure, and we will be reaching our destination. തെക്കൻ കാറ്റ് മന്ദമായി അടിക്കുകയാൽ കാര്യം സാധിച്ചു പോയി എന്ന് ഞങ്ങൾ കരുതി. അതിനു വിരോധമായി ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ കപ്പൽ കാറ്റിന് നേരെ നിൽക്കുവാൻ കഴിയാതെ കൈവിട്ട് ഞങ്ങൾ പാറിപ്പോയി. The problem seems to be uncontrollable and we become shattered. Trying to solve the problems in their own ways. ചരക്കുകൾ പുറത്തു കളഞ്ഞു. സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലും സ്വന്തം ജ്ഞാനത്തിലും ആശ്രയിക്കുന്നവർ.